പെട്ടെന്ന് ജീവിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് മാറ്റം ഉണ്ടായി വേറൊരവസ്ഥയിലേക്ക് പോകുമ്പോൾ ദൈവികമായ അല്ലെങ്കിൽ മനസ്സിൻ്റെ ഒരു എന്താ പറയുക ഒരു ബലത്തോടു കൂടി ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിതത്തിന് പോരാടിയിട്ട് അതിൽ വിജയം കണ്ടെത്തി ആ വിജയം വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുകയാണ്. വലിയ രീതിയിൽ എന്ന് വെച്ചാൽ എല്ലാ മനുഷ്യന്മാരുടെ ഇടയിലും നമുക്ക് എത്തപ്പെടാൻ കഴിയാത്ത, ഒരു സാധാരണക്കാരന് എത്തപ്പെടാൻ കഴിയാത്ത എല്ലാ ഇടങ്ങളിലും നിങ്ങൾ എത്തുകയാണ്. നിങ്ങളെ എഴുത്തുകൾ എത്തുകയാണ്, നിങ്ങളെ സംസാരം എത്തുകയാണ്, നിങ്ങളെ ചിന്തകൾ എത്തുകയാണ്. അപ്പം ഇത് ശരിക്കും പ്രത്യാശയുടെ അത്ഭുത ഗോപുരം തന്നെയാണ് നിങ്ങൾ. ഇത് ശരിക്കും പുസ്തകമല്ല, നിങ്ങളാണ് ശരിക്കും. പുസ്തകത്തിലൂടെ നിങ്ങളെ പറഞ്ഞെങ്കിലും യഥാർത്ഥത്തിൽ കാട്ടുകണ്ടി കുഞ്ഞബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തി പ്രത്യാശയുടെ അത്ഭുത ഗോപുരം തന്നെയാണ്. എനിക്കറിയില്ല, അത് വലിയൊരു ഒരവസ്ഥാ വിശേഷമാണത്. ഇതിപ്പോൾ സിമ്പിളായിട്ട് ജീവിതം ഇപ്പോഴും സ്ട്രഗിൾ ചെയ്ത് പോകുമ്പോഴും നമുക്ക് വാക്കുകൾ കൊണ്ട് കുറച്ച് കസർത്ത് നടത്താമെന്നല്ലാണ്ട് റിയാലിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് മുന്നിൽ. അപ്പോൾ അതിനോട് പൊരുതിക്കൊണ്ട് അതിനേക്കാളും ഒരുപടി മുന്നിലേക്ക് നടക്കുകയും അത് മറ്റുള്ളവരിൽ എത്തിക്കുകയും അത് മറ്റുള്ളവർ അംഗീകരിക്കുകയും അത് വലിയ രീതിയിൽ സമൂഹത്തിലെ ഉന്നത തലങ്ങളിലും താഴേക്കിടയിലും എല്ലാ ഇടങ്ങളിലും അത് ആഘോഷിക്കപ്പെടുകയും അത് സ്വപ്നതുല്യമായൊരു നേട്ടമായിട്ട് ഒരു മനുഷ്യന് ഒരു കുന്നത്തുകര തുറശ്ശേരിക്കടവ് എന്ന് പറയുന്നൊരു സാധാരണ സ്ഥലത്ത് ജനിച്ചിട്ടത് ഒരുപാട് രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചത് അതിൻ്റെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് എല്ലാവരിലും എത്തിക്കാൻ കഴിയുന്ന പ്രത്യാശയുടെ അത്ഭുത ഗോപുരം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. കാരണം അള്ളാഹുവിൻ്റെ അചഞ്ചലമായ ആ ഒരു തീരുമാനത്തെ ഉൾക്കൊണ്ട് ജീവിതത്തിലുണ്ടായ മാറ്റം, അതും കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും അതും ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് വലിയൊരു പ്രത്യാശ നൽകി ജീവിതം എന്ന് പറയുന്ന ഒരു ചെറിയ ഇൻസിഡൻറ്റ് കൊണ്ട് അവസാനിക്കുന്നല്ലാന്ന് കാണിച്ചു കൊടുത്ത് ഒരു വലിയ സംഭവമാക്കി മാറ്റി. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം ഇനിയും 100 കണക്കിന് പതിപ്പ് വരുന്ന എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞേ തുടക്കത്തിൽ ഞാൻ ആദ്യം അതൊരു സാധാരണ ഒരു കഥയുടെ ഒരു പുസ്തകത്തിൻ്റെ പേര് വായിക്കുമ്പോഴാണ് വായിച്ചത്. പക്ഷേ എത്ര ദീർഘവീക്ഷണത്തോടു കൂടിയാണ് നമ്മളെ പേരിട്ട്. കാരണം ജീവിതത്തിൽ പ്രത്യാശ എന്ന് പറയുന്നത് അത് ദൈവത്തോടു കൂടി തന്നെ അത് ചേർന്ന് നിന്നുകൊണ്ട് പ്രത്യാശിക്കുമ്പോൾ അത് നേടാൻ സിമ്പിളാണെന്നുള്ളത് നിങ്ങൾ കാണിച്ചു കൊടുത്തു നിങ്ങളെ ജീവിതം കൊണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യാശയുടെ അത്ഭുത ഗോപുരം എന്ന് പറയുന്നത് ഒരു റിയൽ അത്ഭുത ഗോപുരം തന്നെയാണ് കുഞ്ഞോൽക്ക. ഓക്കെ, താങ്ക്സ്.